കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതുകൊണ്ട് ബി ജെ പി വീണ്ടും അവരുടെ പ്ലാനിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിച്ചാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, ഇവിടുത്തെ ബിഷപ്പുമാർ, ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികൾ അവർ ഈ പ്ലാൻ്റെ കൂടെ ഇനിയും തിരിച്ചു പോകുമോ? അതോ എന്താണ് യഥാർത്ഥത്തിൽ ബി ജെ പി എന്നും എന്താണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് എന്നും എന്താണ് യഥാർത്ഥത്തിൽ സംഘപരിവാരമെന്നും നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചത്, എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ തീവ്രവാദികളും ലവ് ജിഹാദിസ്റ്റുകളും നർക്കോട്ടിക് ജിഹാദിസ്റ്റുകളുമാക്കി നിങ്ങൾ കുറ്റപ്പെടുത്തിയത്, അത് നിങ്ങൾക്ക് നേരെ തിരിയുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണെന്ന് കൂടി കേരളത്തിലെ കത്തോലിക്കർ, കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ഓർക്കണം. അവിടെ നിന്നാണ് ഇനി നിങ്ങളുടെ ഭാവി എങ്ങനെയാണെന്ന് തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. കേരളത്തിലെ ഈ ഇലക്ഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ബി ജെ പിക്ക് ഇങ്ങനെ ഒരു മുസ്ലിങ്ങൾക്ക് മാറ്റി നിർത്തി ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും കേരളത്തിലെ രണ്ട് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ജാർഖണ്ഡ് സ്ഥലത്ത് നിന്നുള്ള ജാർഖണ്ഡിലെ സർക്കാരോ ബി ജെ പിയോ ഒരു ചെറുപേര് പോലും അനക്കില്ല. ഛത്തീസ്ഗഡ് ഇടയ്ക്കിടയ്ക്ക് തെറ്റി പോകുന്നില്ല, ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡ് സർക്കാർ ശ്രമിക്കില്ല. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പാണ് തൽക്കാലം രക്ഷിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയും, ബി ജെ പി ചിലപ്പോൾ വലിയ ഇൻറോഡ്സ് ഉണ്ടാക്കും. ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരിച്ചു മാറാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ എന്തു ചെയ്യും? ഇനിയെങ്കിലും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ശത്രു എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്താലാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ സുരക്ഷിതമായി മുന്നോട്ട് പോകാനാവുക.